സർ, ഈ പ്രണയം ഇപ്പോൾ സാർ ഇവിടെ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് ഉഷ ചേച്ചിയോട് പറഞ്ഞായിരുന്നു, എങ്ങനെയാണ് അത്? ഞാൻ തമാശ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ, തമാശ രൂപത്തിൽ. അതൊക്കെ അറിയാം. ഞാൻ തമാശ പറഞ്ഞത് എന്നെ കുഴപ്പം. അത് അറേഞ്ച് മാരേജ് ആയിരുന്നു? അതെ അതെ, അത് അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞ വലിയ കാര്യമില്ല. ഞാൻ 80-ലാണ് ഇലക്ഷൻ വോട്ട് പിടിക്കാൻ പോയതാണ്. വോട്ട് പിടിക്കാൻ പോയപ്പോൾ ഈ ഉഷയുടെ അപ്പൻ അഡ്വക്കേറ്റ് പി കെ മാത്യു പറമുണ്ട, അദ്ദേഹം ഒരു വക്കീലാണ്. അപ്പോൾ അദ്ദേഹം ഭരണങ്ങാനം പഞ്ചായത്ത് പ്രസിഡൻറ്റോ ബാങ്ക് പ്രസിഡൻറ്റോ മെമ്പറാണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ എല്ലാം കൂടെ ചൂടാക്കിയിട്ട് സ്ഥാനാർത്ഥിയാക്കാൻ നടക്കുക, നമുക്കിട്ട് പാരയായിട്ട്. അപ്പം ഞങ്ങൾ ആലോചിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജൂനിയർ അഡ്വക്കേറ്റ് അഗസ്റ്റിൻ സേവർ, അദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്ക് നോമിനേഷൻ പൂരിപ്പിക്കുക, ഇങ്ങനെ അടുത്ത് പോവാം. അങ്ങനെ ഞാനും അഡ്വക്കേറ്റ് അഗസ്റ്റിൻ സേവറിനോട് പുള്ളി വീട്ടിൽ ചെന്നു. നോമിനേഷൻ പൂരിക്കുക, അറിയാം പുള്ളിയെ കൊണ്ടെങ്കിൽ ജയിച്ചാൽ പുള്ളി ഒരു പാരയാകാതിരിക്കണം, അതാണ് ഉദ്ദേശം. അവിടെ ചെന്ന് പുള്ളി നോമിനേഷനൊക്കെ പൂരിപ്പിച്ച് സന്തോഷം. അപ്പം പുള്ളിയുടെ വൈഫ് വരുന്നു, 2 പെൺമക്കളാണ്, 2 ആൺമക്കൾ, അവരെല്ലാം വന്ന് സന്തോഷം സ്നേഹം എല്ലാം പറഞ്ഞു. അപ്പോൾ അന്ന് എനിക്ക് ഈ പാൽ ഇഷ്ടമല്ല, ഒരു കട്ടൻ കാപ്പി കൊണ്ടുവന്നാൽ കട്ടൻ കാപ്പിയാണ് കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്ന് ഉഷയായിരുന്നു മൂത്ത മകൾ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കിരിയിരിപ്പ്, സത്യം അതാണ്, ഓടിച്ചു നോക്കുന്നത് സത്യം. ഫസ്റ്റ് സൈഡ് ലവ് അതങ്ങനെ മനസ്സിലായി, സത്യം പറയാം. അത് അതിന് രസമെന്ന് വെച്ചാൽ അതിന് മുമ്പ് അതിനും വലിയ ഇടമുണ്ട്. ഈ പറഞ്ഞാൽ ലോകം ചിരിക്കുന്ന കാര്യമാണ്. ഞാൻ 80-ന് തൊട്ട് ഇലക്ഷന് തൊട്ട് ഒരു 4 മാസം മുമ്പ് അപ്പൻ എന്നെ പെണ്ണ് കെട്ടിക്കാൻ ഓടില്ല, വീട്ടിൽ കിടത്തുകൾ അടി കിട്ടി തൊഴിയായി അപ്പൻ. അപ്പം അങ്ങനെ പെണ്ണ് കെട്ടിക്കാൻ നടന്നിട്ട് അപ്പൻ ധരമായിട്ട് ഒരു പെണ്ണ് കാണാൻ പറഞ്ഞു വിട്ടു. ഞാനിങ്ങനെ മുടിയാനായിട്ട് കെട്ടിയ കാലം വീട്ടിൽ കിടന്നുറങ്ങണം. അങ്ങനെ പോവാം. അവിടെ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് പെണ്ണെ കാണണമെന്നില്ല, കെട്ടുക എന്നില്ല തീരുമാനം. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു വക്കച്ചെന്ന് പറഞ്ഞ വീട്ടുകാർ പ്ലാത്തോട്ടത്തിലാണ്, പിന്നെ ഒരു അലക്സ് കണ്ടു, കെട്ടുക തീരുമാനമുള്ളൂ. അപ്പോഴത്തെ പെണ്ണിൻ്റെ അപ്പൻ അവിടെ വെച്ച് എന്നോട് ചോദിച്ചു, എന്നതാ പണി പ്രത്യേകിച്ച്? ഞാൻ എനിക്ക് പ്രത്യേക പണി ചില രാഷ്ട്രീയമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. മാന്യന്മാർക്ക് ചേർത്ത പണി, ഒരു MLA എങ്കിലും ആകാൻ പറ്റില്ല. അപ്പോൾ ഈ നാണംപെട്ട പണി എന്തുകൊണ്ട് നടത്തുന്നത്, എന്തിന് ഈ പണി കൊണ്ട് നടക്കുന്ന കാര്യം എന്നോട് ചോദിച്ചു. എനിക്കത് ഫീൽ ചെയ്തു. തിരിച്ച് വണ്ടിയിൽ കയറി. ഞാൻ പറഞ്ഞു ഈ കല്യാണത്തിന് ഞാനില്ല. അതിനാന്ന് ബക്കച്ചൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു രാഷ്ട്രീയക്കാരെന്ന് പുച്ഛം വന്നിട്ട്, ഞാൻ ഇച്ചിരി രാഷ്ട്രീയം ഉണ്ടല്ലോ, അങ്ങനെ പുച്ഛിക്കുന്നതിൻ്റെ മേളെ കെട്ടാൻ ഞാനില്ലെന്ന് പറഞ്ഞു. എന്നെ അതിന് നോക്കണ്ട. വീട്ടിൽ വന്നു വലിയ ചൂടാണ്. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും കിട്ടുന്ന പ്രശ്നമില്ലെന്ന്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞപ്പം പ്രതീക്ഷിക്കാതെ ഇലക്ഷൻ വരുന്നു, ഞാൻ MLA ആകുന്നു. എന്നാലോചിച്ച് അതല്ല, അപ്പനും എന്നെ ആ പെണ്ണെ കെട്ടിക്കുന്ന പ്ലാനായിരുന്നു. ഞാൻ പറഞ്ഞു നിർബന്ധം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഈ പോക്കറ്റിലൂടെ ഉഷയുടെ പടം കിടക്കുക. ഞാനിങ്ങനെ രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ജനക്കൂട്ടം വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് അമ്മ ഇങ്ങനെ അടുക്കളയിലാണ്. ആ സമയത്ത് ഞാൻ പതുക്കെ അടുക്കളയിൽ പോയിട്ട് ഈ പാതകത്തെ കയറിയിരുന്നു. അപ്പം ഇങ്ങനെ കാപ്പി ഉണ്ടാക്കുമ്പോൾ ബഹളമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചേച്ചി എന്ന് അമ്മയെ വിളി. ചേച്ചി എടാ അങ്ങനെ ചേച്ചിയുടെ ആങ്ങളമാരെല്ലാം ഞങ്ങളുടെ വീട്ടിൽ വന്നുള്ള ബന്ധം, അവരെല്ലാം ചേച്ചി എന്നല്ല വാങ്ങി. അങ്ങനെ ഞങ്ങളും ചേച്ചി എന്നായിപ്പോയതാണ്. അമ്മയെന്ന് ഞങ്ങൾ അമ്മയെന്ന് വിളിക്കുന്ന ആരുമില്ല, ഞങ്ങൾ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ചേച്ചി എന്നോട് എടാ അപ്പൻ കിടത്തി പൊറപ്പിക്കുകയല്ല, എവിടെയെങ്കിലും പെണ്ണ് കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം ഞാൻ പതുക്കെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കയ്യിലോട്ട് കൊടുത്തു. ഇതെങ്ങനെ ഫോട്ടോ സാറ് തരപ്പെടുത്തി? ആ വീട്ടിൽ നിന്ന് മേടിച്ചത്, അവളോട് പോയി മേടിച്ചു. ഈ ഫസ്റ്റ് നമ്മൾ വേറൊരു ആവശ്യത്തിനാണല്ലോ പോയത്. അതെ, അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും നിയമോപദേശത്തിന് വീട്ടിൽ പോക്കല്ലേ. അതായത് ദിവസം ഉള്ളപ്പോഴും വെള്ളിയാഴ്ച 12:30 ഇവിടുന്ന് ഒരു ഫീറ്റ് കാറായി കൊണ്ടുവരുന്നത്. ഇവിടുന്ന് കാറോടിച്ച് 100 മൈൽ ചെല്ലുകയാണ്. എടപ്പാടി ചെന്ന് ഉഷയുടെ വീട്ടിൽ ചെന്ന് ഉഷയുടെ അപ്പനോട് നിയമോപദേശം മേടിക്കുകയല്ലേ. ഇങ്ങനെ അവിടെ സ്ഥിരം അന്തേവാസിയായിരുന്നേ, മനുഷ്യമ്പോഴും എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവളെ ഇങ്ങനെ അൽഫോൺസോ കോളേജിൽ പഠിക്കാമെന്ന്. പക്ഷേ ഈ ഫോട്ടോ ഞാൻ കാണിച്ചു കഴിഞ്ഞതായി ഇതേതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നതാണെന്നോ. അത് മേടിച്ചുകൊണ്ട് ചേച്ചി അങ്ങ് പോയി. അത് കഴിഞ്ഞ് ഞാൻ രാവിലെ നിവേദനമെല്ലാം തീർത്ത് വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പം ചേച്ചി പറഞ്ഞു ഞാൻ ആ പെണ്ണിനെ പോയി കണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ദൈവം തമ്പുരാനെ. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇച്ചായന് സമ്മതിച്ചു. എന്നിട്ട് ഉഷയെ നേരെ അവിടുന്ന് അൽഫോൺസോ കോളേജ് പോയി. അവൾ കോളേജെല്ലാം പാട്ടായി. അവളെ മൂലമറ്റത്ത് പഠിക്കാൻ ഈ ഹോം സയൻസിൽ അങ്ങോട്ട് മാറ്റി, കല്യാണത്തിന് മുമ്പ് അന്നേരം. അപ്പോൾ അവിടെ
ഈ പെണ്ണിൻ്റെ അപ്പൻ അവിടെ ചെന്നു. അങ്ങനെ ഒത്തിരി തമാശകളുണ്ട് ജീവിതത്തിൽ. അങ്ങനെ കല്യാണം കഴിഞ്ഞു, അത് തുറന്നു പറഞ്ഞു. 2 കുട്ടികൾ, 2 ആൺപിള്ളേർ. സാറിൻ്റെ മകൻ ഷോൺ കല്യാണം കഴിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാം അമ്പിളി ചേട്ടൻ്റെ മകൾ പാർവതിയുമായിട്ടാണ്. ജഗതി ശ്രീകുമാർ. അതെ, ജഗതി ശ്രീകുമാറിൻ്റെ മകൾ. ജഗതി ശ്രീകുമാർ ഇപ്പോൾ സത്യത്തിൽ ഇത്രയും നല്ലൊരു നടൻ, അദ്ദേഹത്തിൻ്റെ കലാപരമായ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയാതെ വീട്ടിലിരിക്കുകയാണ്. ഇത് ദുഃഖകരമായ സംഭവമാണ്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സന്യാസിനി ഓ സന്യാസിനി, നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു. സന്യാസിനി, നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. നിന്റെ ഏകാന്തമാമോർമതൻ വീഥിയിൽ എന്നെ എന്നെങ്കിലും കാണും. ഒരിക്കൽ നീ എൻ്റെ കാൽപ്പാടുകൾ തേടും. നിന്റെ ഏകാന്തമാമോർമതൻ വീഥിയിൽ എന്നെ എന്നെങ്കിലും കാണും. ഒരിക്കൽ നീ എൻ്റെ കാൽപ്പാടുകൾ തേടും. അന്നുമെന്നാത്മാവ് നിന്നോട് മന്ത്രിക്കും. നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ സന്യാസിനി, നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു. സന്യാസിനി ഓ എത്രയും പെട്ടെന്ന് അദ്ദേഹം പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. തീർച്ചയായിട്ടും.